പത്തനംതിട്ടയിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന പക്ഷേ ആശ്വാസമാണ് എനിക്ക് തോന്നുന്നു. ഗർഭിണി കാൽ വഴുതി കിണറ്റിൽ വീണു. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ട ഇലന്തൂർ കാരംവേലിയിലാണ്. അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും ആരോഗ്യ പ്രശ്നങ്ങളില്ല. വലിയ ആശ്വാസം. ഒരേപോലെ അവിടെ മാത്രം വിളിച്ച് നോക്കിയിട്ട് കാര്യമില്ല. കുഴപ്പമില്ല ശ്രീ കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, ആ നിമിഷങ്ങൾ ഒരു പക്ഷേ ആ കുടുംബത്തിനും അവർക്കുമൊക്കെ വലിയ ആശങ്കയുടേതായിരിക്കും. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. എങ്ങനെയാണ് കിണറ്റിൽ വീണ് പോയത്? അപ്പി കേൾക്കാമോ? അവരുടെ മകൻ അവിടെ നിന്ന് കരയുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അത്രയും ആ കുടുംബത്തെ സംബന്ധിച്ച് അത്രയും ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു. പക്ഷേ നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി ആ കിണറ്റിൽ നിന്ന് ആ യുവതിയെ രക്ഷപ്പെടുത്തി. യുവതിയും ആ ഗർഭിണിയും ഗർഭസ്ഥ ശിശുവും ഒക്കെയാണ്. ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അഭിലാൽ, ഈ യുവതി എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണത്? പത്തനംതിട്ടയിൽ നിന്നും കോഴഞ്ചേരി ഭാഗത്തേക്ക് 12 കിലോമീറ്റർ അകലത്തിൽ ഇലന്തൂർ കാരംവേലി കഞ്ഞിക്കൽ വീട്ടിലാണ് രാവിലെ തീർത്തും അപ്രതീക്ഷിതമായി ഈ അപകടം ഉണ്ടാകുന്നത്. മാത്യു എന്ന ആളുടെ ഭാര്യ റൂബി, 38 വയസ്സുകാരി. അവർ 6 മാസം ഗർഭവതിയായിരുന്നു. വീട്ടിലെ തന്നെ കിണറ്റിലാണ് ഇവർ കാൽ വഴുതി വീഴുന്നത്. വീട്ടിൽ ഭർത്തർ മാതാവായിട്ടുള്ള ആൾ മാത്രമാണ് ഇവർക്കൊപ്പം താമസിച്ചു വന്നിരുന്നത്. ശബ്ദം കേട്ട് പ്രായമേറിയ ഈ അമ്മയാണ് വന്ന് കിണറ്റിലേക്ക് നോക്കുന്നത്. ആ സമയത്ത് ഇവർ ഏറെക്കുറെ 50 അടി താഴ്ചയുള്ള കിണറ്റിൽ ഏറെക്കുറെ 15 അടിയോളം വെള്ളവും ഉണ്ടായിരുന്നു. കിണറ്റിൽ വീണ റൂബി പ്രാണരക്ഷാർത്ഥം പൈപ്പിൽ പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഈ വീട്ടിലെ പ്രായമേറിയ അമ്മ പിന്നീട് തൊട്ടടുത്ത അയൽവാസികളോടും ഒപ്പം തന്നെ അവർ വഴി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയോടും വിവരം അറിയിച്ചു. അങ്ങനെ വാർഡ് അംഗമാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് അംഗങ്ങൾ എത്തുന്നത് വരെയും അവർ പൈപ്പിൽ പിടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സിന്റെ 2 ജീവനക്കാർ കിണറ്റിൽ ഇറങ്ങി ഇവരെ പ്രത്യേകം തയ്യാറാക്കിയ കൂടയ്ക്കുള്ളിൽ ആക്കിയാണ് കരയിലേക്ക് എത്തിച്ചത്. കരയിലേക്ക് എത്തിച്ചപ്പോൾ പോലും അവർക്ക് വീണതിന്റെ വലിയ ഒരു ആശങ്കയും പ്രയാസവും ഭയവും ഒക്കെ തന്നെ അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് വാർഡ് അംഗം തന്നെ ക്രമീകരിച്ച ആംബുലൻസിൽ ഇവരെ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രി പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ 38-കാരി റൂബിക്കും അവരുടെ ഗർഭസ്ഥ ശിശുവിനും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ്. ശരി, ശ്രീ കെ അഭിലാലാണ് ആ വിവരങ്ങൾ നൽകിയത്. നമ്മളെ സംബന്ധിച്ച് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചു പോലും പിടഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തി. 2 പേർ കിണറ്റിലേക്ക് ഇറങ്ങി അവരെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിച്ചു. അവർക്ക് 2